അപ്പീലിലൂടെ അരങ്ങിലെത്തി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കഥാപ്രസംഗത്തിൽ എ ഗ്രേഡ് നേടി വിദ്യാർത്ഥി. പവിത്രേശ്വരം KNM VHSലെ 9ാം ക്ലാസ് വിദ്യാർത്ഥി MJ ദർശിത്താണ് എ ഗ്രേഡ് നേടിയത്. ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ എ ഗ്രേഡ് 2ാം സ്ഥാനമായിരുന്നു ദർശിത്തിനും സംഘത്തിനും ലഭിച്ചത്. തുടർന്നാണ് അപ്പീലിലൂടെ മത്സരിക്കാൻ തീരുമാനിച്ചത്. അരുന്ധതി റോയിയുടെ ദി മിനിസ്ട്രി ഓഫ് അറ്റ്മോസ്റ്റ് ഹാപ്പിനെസ് എന്ന നോവലിലെ ഒരു ഭാഗത്തിന്റെ സ്വതന്ത്ര കഥാപ്രസംഗ ആവിഷ്കാരമായ ഒരു പട്ടാളക്കാരന്റെ 2 മരണം എന്ന കഥയാണ് ദർശിത് അവതരിപ്പിച്ചത്. എല്ലാവരും ഞെട്ടിപ്പോയി. ഒരു പട്ടാള ഉദ്യോഗസ്ഥൻ മുന്നോട്ട് വന്നു. നിങ്ങൾ എന്താണ് പറയുന്നത്? രാജ്യത്തിന് വേണ്ടി പൊരുതി മരിച്ച ഒരു ധീര സൈനികന്റെ ശവശരീരമാണിത്. ഇത് എല്ലാ ആദരവുകളോടുകൂടിയും ബഹുമതികളോടുകൂടിയും സംസ്കരിക്കണം. ഒരു കാഥികൻ നരിക്കൽ രാജീവായിരുന്നു പരിശീലകൻ. പെൺകുട്ടികൾ അടക്കിവാണ കഥാപ്രസംഗവേദിയിൽ ആൺകുട്ടികൾ മാത്രമുള്ള ഏക ടീമായിരുന്നു ഇവരുടേതെന്നതാണ് മറ്റൊരു പ്രത്യേകത. ഹൈസ്കൂൾ വിദ്യാർത്ഥികളായ അഭിമന്യു, GD തോമസ്, U അഭിനവ്, കൃഷ്ണൻ, ഋഷി എന്നിവരായിരുന്നു സംഘത്തിലെ മറ്റുള്ളവർ. സംസ്ഥാന സാമൂഹിക ശാസ്ത്രമേളയിൽ പ്രസംഗ മത്സരത്തിലും ദർശിതിന് എ ഗ്രേഡ് ലഭിച്ചിരുന്നു. ഇതേ സ്കൂളിലെ അധ്യാപകനായ മുതുവിലാക്കാട് മണിമന്ദിരത്തിൽ MM ജയരാജന്റെയും ശൂർനാട് HMHSS അധ്യാപിക CV ദിവ്യയുടെയും മകനാണ് ദർശിത. പ്രിയമുള്ളവരെ, ഇന്ന് നാം ഇവിടെ 63ാമത് കലോത്സവത്തിനാണ് നാം ഇന്നിവിടെല്ലാം എത്തിച്ചേർന്നിരിക്കുന്നത്. ഇന്നത്തെ യുവതലമുറ ലഹരിയിലേക്കും മാധ്യമങ്ങളിലേക്കും അഡിക്റ്റായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ലഹരിയല്ല, മാധ്യമമല്ല ലഹരി, മറിച്ച് കലയോടാണ് നാം അഡിക്ഷൻ തോന്നേണ്ടത് എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് നാം ഓരോരുത്തരും. നമ്മൾ പറയുകയാണെങ്കിൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കലാമേളയാണ് ഇന്ന് നമ്മുടെ തിരുവനന്തപുരത്ത് പത്മനാഭന്റെ മണ്ണിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കുട്ടികളാണ് ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.